وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. എവിടെയായിരിക്കുമ്പോഴും അവൻ എന്നെ അനുഗ്രഹീതനുമാക്കിയിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരവും സകാത്തും അനുഷ്ഠിക്കാൻ എന്നോട് അനുശാസിച്ചിരിക്കുന്നു. മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കുമെന്നല്ല പറയുന്നത്, മാതാവിനോടുള്ള കടമ നിർവഹിക്കും എന്നു മാത്രമാണ്. ഇതും ഈസായ്ക്ക് പിതാവില്ല എന്നതിന് തെളിവാകുന്നു. ഖുർആനിൽ എല്ലായിടത്തും അദ്ദേഹത്തെ മറിയമിന്റെ പുത്രൻ ഈസ എന്നാണ് വിളിക്കുന്നത് എന്നതും അതിനുള്ള ഖണ്ഡിതമായ ഒരു തെളിവാകുന്നു. അവൻ എന്നെ സ്വമാതാവിനെ നന്നായി പരിചരിക്കുന്നവനുമാക്കിയിരിക്കുന്നു. എന്നെ ക്രൂരനായ ദുഷ്ടനാക്കിയിട്ടില്ല. والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. എന്റെ ജനനനാളിലും മരണനാളിലും ഞാൻ ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും എനിക്ക് സമാധാനം. ഈസായുടെ അസ്തിത്വത്തിലൂടെ ഇസ്രായേലിയരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ദൃഷ്ടാന്തമാണിത്. ഇസ്രായേലിയർക്ക് അവരുടെ നിരന്തരമായ ദുഷ്ടതകളുടെ പേരിൽ പാഠം പഠിപ്പിക്കുന്ന ശിക്ഷ നൽകുന്നതിന് മുമ്പ് അവർക്കെതിരെ ന്യായം പൂർത്തീകരിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നു. അതിനുവേണ്ടി അവൻ ഇவ்விധം ഒരു സംവിധാനം അരുളി. ഹാറൂൻ കുലത്തിലെ ദൈവഭക്തയും ലോകപരിത്യാഗിണിയും വിശുദ്ധ ദേവാലയത്തിൽ ഭജനമിരുന്നവളും സക്കരിയായുടെ ശിക്ഷണത്തിൽ വളർന്നവളുമായ ഒരു പെൺകുട്ടിയെ കന്യകയായിരിക്കുന്ന സന്ദർഭത്തിൽ ഗർഭിണിയാക്കി. അങ്ങനെ അവൾ പ്രസവിച്ചപ്പോൾ സമുദായത്തിൽ വമ്പിച്ച കോളിളക്കമുണ്ടാവുകയും ആളുകളുടെ ശ്രദ്ധ അതിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. പിന്നെ ഈ ആസൂത്രണത്തിന്റെ ഫലമായി ഒരു ജനക്കൂട്ടം മറിയമിനെ വളഞ്ഞപ്പോൾ അല്ലാഹു ആ നവജാത ശിശുവിനെക്കൊണ്ട് അവരോട് സംസാരിപ്പിച്ചു. അങ്ങനെ അതേ ശിശു വലുതായി പ്രവാചകത്വ പദവിയാൽ അനുഗ്രഹീതനായി. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ സംഭ്രമജനകമായ ഒരു ദിവ്യാത്ഭുതം നേരത്തെ കണ്ടിട്ടുള്ളതായി സാക്ഷ്യം വഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു. എന്നിട്ടും ആ സമൂഹം അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ നിഷേധിച്ചു. മാത്രമല്ല, അദ്ദേഹത്തെ പിൻപറ്റുന്നതിനു പകരം കുറ്റവാളിയാക്കി കുരിശിലേറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ലോകത്ത് ആർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത വിധത്തിലുള്ളതും പാഠം പഠിപ്പിക്കുന്നതുമായ ശിക്ഷ അവർക്ക് നൽകപ്പെട്ടു. കൂടുതൽ വിശദീകരണത്തിന് ആലു ഇമ്രാൻ 47-59, അൻ-നിസാ 171, അൽ അംബിയാ 91, അൽ മുഅ്മിനൂൻ 50 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണം ശ്രദ്ധിക്കുക. ذلك عيسى ابن مريم قول الحق الذي فيه يمترون. ഇതാകുന്നു മറിയമിന്റെ പുത്രൻ ഈസ. ഇതാകുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള സത്യപ്രസ്താവന. ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. പുത്രനെ സ്വീകരിക്കുക എന്നത് അല്ലാഹുവിന്റെ സ്വഭാവമേയല്ല. അവൻ പരിശുദ്ധനാകുന്നു. അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഭവിക്കട്ടെ എന്ന് പറയുകയേ വേണ്ടൂ. ഉടനെ അത് സംഭവിക്കുന്നു. ഇവിടം വരെ ക്രൈസ്തവരുടെ മുമ്പിൽ ഈ സംഗതികൾ വെളിപ്പെടുത്തുകയായിരുന്നു. അവർ അംഗീകരിച്ചു വച്ചിട്ടുള്ള ഈസ ദൈവപുത്രനാണ് എന്ന വിശ്വാസം മിഥ്യയാകുന്നു. യഹ്യായുടെ ജനനം ഒരു ദിവ്യാത്ഭുതത്തിലൂടെയാണ് എന്നുള്ളത് അദ്ദേഹത്തെ ദൈവപുത്രനാക്കുന്നില്ല. അപ്രകാരം തന്നെ മറ്റൊരു ദിവ്യാത്ഭുതത്തിലൂടെയാണ് ഈസ ജനിച്ചത് എന്നുള്ളത് അദ്ദേഹവും ദൈവപുത്രനാണെന്ന് കരുതപ്പെടാനുള്ള ന്യായമാകുന്നില്ല. യഹ്യായും ഈസായും ഓരോരോ തരം ദിവ്യാത്ഭുതങ്ങളിലൂടെ ജനിച്ചവരാണ് എന്ന സംഗതി ക്രൈസ്തവരുടെ തന്നെ പ്രമാണങ്ങളിലും കാണാവുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഖുർആനിലേതുപോലെ തന്നെ ഈ രണ്ട് ദിവ്യാത്ഭുതങ്ങളും ഒരേ വചനപരമ്പരയിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ദിവ്യാത്ഭുതത്തിലൂടെ ജന്മം കൊണ്ടയാളെ ദൈവത്തിന്റെ ദാസനെന്ന് വിളിക്കുകയും മറ്റേ ദിവ്യാത്ഭുതത്തിലൂടെ ജന്മം കൊണ്ടയാളെ ദൈവത്തിന്റെ പുത്രനാക്കുകയും ചെയ്തത് ക്രിസ്ത്യാനികളുടെ അതിരുകടന്ന ക്രിസ്തുഭക്തിയാണ്. وَإِنَّ اللَّهَ رَبِّي وَرَبُّكُمْ فَاعْبُدُوهُ هَذَا صِرَاطٌ
مستقيم. ഈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാഹു എന്റെ നാഥനാകുന്നു, നിങ്ങളുടെയും നാഥനാകുന്നു. അതിനാൽ നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇതാണ് നേരായ വഴി. ഇവിടെ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, മറ്റെല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത അതേ സന്ദേശം തന്നെയായിരുന്നു ഈസായും പ്രബോധനം ചെയ്തത്. ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നല്ലാതെ അദ്ദേഹം മറ്റൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ദൈവദാസൻ എന്ന് കരുതുന്നതിനു പകരം ദൈവമാക്കിയിരിക്കുന്നു. ആരാധനയിൽ അദ്ദേഹത്തെ ദൈവത്തിന്റെ പങ്കാളിയാക്കുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം കണ്ടുപിടുത്തമാണ്. നിങ്ങളുടെ ആചാര്യൻ ഒരിക്കലും അത് പഠിപ്പിച്ചിട്ടില്ല. കൂടുതൽ വിശദീകരണത്തിന് ആലു ഇമ്രാൻ 80, അൽ മാഇദ 75, 77, 116, അസ്സുഖ്റുഫ് 64, 65 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണം ശ്രദ്ധിക്കാം. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. എന്നാൽ അവർ പല കക്ഷികളായി ഭിന്നിച്ചു. നിഷേധിച്ചവർക്ക് ആ ഭയങ്കര നാൾ ദൃശ്യമാകുമ്പോൾ മഹാനാശമായിരിക്കും. أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين. നമ്മുടെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ അവരുടെ ചെവികൾ നന്നായി കേൾക്കുകയും കണ്ണുകൾ നല്ലവണ്ണം കാണുകയും ചെയ്യുന്നതാകുന്നു. പക്ഷേ ഇന്ന് ഈ ധിക്കാരികൾ തെളിഞ്ഞ ദുർമാർഗത്തിലകപ്പെട്ടിരിക്കുകയാണ്. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. പ്രവാചകരെ, ബുദ്ധിശൂന്യരും അവിശ്വാസികളുമായി വർത്തിക്കുന്ന കൂട്ടരെ വിധി കൽപ്പിക്കപ്പെടുന്ന ആ നെടും ഖേദത്തിന്റെ നാളിനെക്കുറിച്ച് താക്കീത് ചെയ്യുക. إنا نحن نرث الأرض ومن عليها وإلينا يرجعون. ഒടുവിൽ ഭൂമിയുടെയും അതിലുള്ള അഖിലത്തിന്റെയും അവകാശിയാകുന്നത് നാം തന്നെയാകുന്നു. സർവവും നമ്മിലേക്ക് മടക്കപ്പെടുന്നതുമാകുന്നു. ക്രിസ്ത്യാനികളെ കേൾപ്പിക്കുന്നതിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നാം ഈ സൂറയുടെ ആമുഖത്തിൽ വിവരിച്ച ചരിത്ര പശ്ചാത്തലം മുന്നിൽ വെച്ച് പാരായണം ചെയ്യുമ്പോഴേ ഈ പ്രഭാഷണത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിലാകൂ. മക്കയിലെ മർദ്ദിതരായ മുസ്ലിങ്ങൾ ഒരു ക്രൈസ്തവ രാജ്യത്തേക്ക് അഭയാർത്ഥികളായി പോയ സന്ദർഭത്തിലാണ് ഈ പ്രഭാഷണം അവതരിച്ചത്. അവിടെ യേശുവിനെക്കുറിച്ചുള്ള ഇസ്ലാമിക വിശ്വാസം എന്തെന്ന് ചോദ്യമുയർന്നാൽ ഈ ഔദ്യോഗിക പ്രസ്താവന ക്രിസ്ത്യാനികളെ കേൾപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് അവതരിച്ചത്. സത്യത്തിന്റെയും മൂല്യത്തിന്റെയും കാര്യത്തിൽ ഒരു സാഹചര്യത്തിലും ഇസ്ലാം മുസ്ലിങ്ങളെ ഒരു വിട്ടുവീഴ്ചയും പഠിപ്പിക്കുന്നില്ല എന്നതിന് ഇതിൽ കവിഞ്ഞ സ്ഥിരീകരണം എന്താണുള്ളത്? കൂടാതെ അബിസീനിയയിലേക്ക് പലായനം ചെയ്ത സത്യസന്ധരായ ആ മുസ്ലിങ്ങളുടെ വിശ്വാസദാർഢ്യം അത്ഭുതകരമായിരുന്നു. നജ്ജാശിയുടെ സഭാവാസികളെല്ലാം കൈക്കൂലി വാങ്ങിക്കൊണ്ട് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സമ്മർദ്ദം ചെലുത്തിയ ആ സന്നിഗ്ധ ഘട്ടത്തിലാണ് എഴുന്നേറ്റ് നിന്ന് അവർ ഈ പ്രഭാഷണം കേൾപ്പിച്ചത്. ആ സന്ദർഭത്തിൽ ക്രൈസ്തവതയുടെ അടിസ്ഥാന പ്രമാണങ്ങളുടെ നേരെയുള്ള ഇസ്ലാമിന്റെ ഈ നിർഭയ നിരൂപണം കേട്ട് നജ്ജാശി അതൃപ്തനാകുകയും മർദ്ദിതരായ മുസ്ലിങ്ങളെ ഖുറൈശി കാപാലികർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തേക്കുമോ എന്ന് തികഞ്ഞ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കയുണ്ടായിട്ടും സത്യവചനം ഉദ്ഘോഷിക്കുന്നതിൽ അവർ അണുഅളവ് ചാഞ്ചല്യം കാണിച്ചില്ല. واذكر في الكتاب إبراهيم إنه كان صديقا نبيا. ഈ വേദത്തിൽ ഇബ്രാഹീമിന്റെ കഥ വിവരിക്കുക. നിസ്സംശയം അദ്ദേഹം സത്യസന്ധനും ശ്രേഷ്ഠനായ പ്രവാചകനുമായിരുന്നു. ഇവിടെ മുതൽ സംബോധന മക്കാവാസികളിലേക്ക് തിരിയുകയാണ്. ഇബ്രാഹിം നബിയെ അദ്ദേഹത്തിന്റെ പിതാവും കുടുംബാംഗങ്ങളും നാട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നുവല്ലോ. അതുപോലെ തങ്ങളുടെ യുവാക്കളായ മക്കളെയും സഹോദരന്മാരെയും മറ്റു ബന്ധുക്കളെയും ദൈവഭക്തിയുടെ കുറ്റത്തിന് നാടും വീടും വെടിയാൻ മക്കാനിവാസികൾ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മറ്റു പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മാറ്റി നിർത്തി ഇബ്രാഹിം നബിയുടെ കഥയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്.
ഖുറൈശികൾ അദ്ദേഹത്തെ തങ്ങളുടെ കുലപതിയും ആചാര്യനുമായി അംഗീകരിക്കുകയും അതിന്റെ പേരിൽ അറബികൾക്കിടയിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് അതിന്റെ കാരണം. إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞതും ഇവരെ ഒന്നനുസ്മരിപ്പിക്കുക. പ്രിയ പിതാവേ, കേൾക്കുകയോ കാണുകയോ അങ്ങേക്ക് വല്ല പ്രയോജനമുണ്ടാക്കുകയോ ചെയ്യാത്ത വസ്തുക്കളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെന്തിന്? يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا. പിതാവേ, അങ്ങേക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു ജ്ഞാനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങ് എന്നെ പിന്തുടരേണം, ഞാൻ ശരിയായ മാർഗം കാണിച്ചു തരാം. يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. പ്രിയ പിതാവേ, അങ്ങ് ചെകുത്താന് ഇബാദത്ത് ചെയ്യരുത്. ചെകുത്താൻ തീർച്ചയായും കരുണാമയനായ അല്ലാഹുവിനെ ധിക്കരിച്ചവനാകുന്നു. ലാ തഅബുദി ശൈത്വാന എന്നാണ് മൂലവാക്യം. ചെകുത്താന് ഇബാദത്ത് ചെയ്യരുത് എന്നർത്ഥം. ഇബ്രാഹിം നബിയുടെ പിതാവും സമുദായത്തിലെ മറ്റുള്ളവരും ആരാധിച്ചിരുന്നത് വിഗ്രഹങ്ങളെയായിരുന്നുവെങ്കിലും അവർ അനുസരിച്ചിരുന്നത് ചെകുത്താനെയാണ്. അതുകൊണ്ടാണ് ചെകുത്താനുള്ള അവരുടെ അനുസരണത്തെ ചെകുത്താനുള്ള ഇബാദത്തായും ഇബ്രാഹിം നബി പ്രസ്താവിച്ചത്. ഇബാദത്ത് എന്നാൽ കേവലം പൂജയുടെയും ആരാധനയുടെയും പേരല്ല, അനുസരണത്തിന്റെ കൂടി പേരാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അതുപോലെ ഒരാൾ മറ്റൊരാളെ ശപിച്ചുകൊണ്ടുപോലും അയാൾക്ക് അടിമപ്പെടുകയാണെങ്കിൽ അത് അയാൾക്ക് ഇബാദത്ത് ചെയ്യുക എന്ന കുറ്റമായി തീരുമെന്നുകൂടി ഇതിൽ നിന്ന് ഗ്രഹിക്കാം. എന്തുകൊണ്ടെന്നാൽ ഒരു സാഹചര്യത്തിലും ഒരു കാലത്തും ചെകുത്താൻ മനുഷ്യന്റെ ആരാധ്യനായിരുന്നിട്ടില്ല എന്നല്ല, മനുഷ്യർ എക്കാലത്തും അവന്റെ മേൽ ശാപം ചൊരിഞ്ഞുകൊണ്ടിരുന്നിട്ടേയുള്ളൂ. അൽ കഹ്ഫ് 51-52 സൂക്തങ്ങളുടെ വിശദീകരണം ശ്രദ്ധിക്കുക. يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. പ്രിയ പിതാവേ, അങ്ങ് കരുണാമയനായ അല്ലാഹുവിന്റെ ശിക്ഷയിലകപ്പെടുമെന്നും അങ്ങനെ ചെകുത്താന്റെ സഖാവായി തീരുമെന്നും ഞാൻ ഭയപ്പെടുന്നു. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا. പിതാവ് പറഞ്ഞു, ഇബ്രാഹിം, നീ എന്റെ ആരാധ്യരോട് വിരക്തനായിരിക്കുന്നുവോ? നീ ഈ നിലപാടിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിയും. നീ എന്നേക്കുമായി എന്നെ വിട്ടുപോകേണം. قال سلام عليك سأستغفر لك ربي إنه كان بي حفيا. ഇബ്രാഹിം പറഞ്ഞു, അങ്ങേക്ക് സലാം. അങ്ങേക്ക് മാപ്പ് തരാൻ ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാം. എന്റെ റബ്ബ് എന്നോട് ഏറെ കനിവുറ്റവനാകുന്നു. ഇതിന്റെ വിശദീകരണത്തിന് അത്തൗബ 114 സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക. وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا. നിങ്ങളെയും അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മൂർത്തികളെയും ഞാൻ വെടിയുന്നു. ഞാൻ എന്റെ റബ്ബിനെ മാത്രം പ്രാർത്ഥിക്കുന്നു. എന്റെ റബ്ബിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പരാജിതനാവുകയില്ലെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب
وكلا جعلنا نبيا. അങ്ങനെ അദ്ദേഹം ആ ജനത്തെയും അല്ലാഹുവല്ലാത്ത അവരുടെ ആരാധ്യരെയും വെടിഞ്ഞു പോയപ്പോൾ നാം അദ്ദേഹത്തിന് ഇസ്ഹാക്ക്, യഅ്കൂബ് എന്നീ സന്തതികളെ നൽകി. അവരെയെല്ലാം നാം പ്രവാചകന്മാരാക്കി. ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. അവർക്ക് നമ്മുടെ അനുഗ്രഹം പ്രദാനം ചെയ്തു, ഉയർന്ന സൽകീർത്തി അരുളുകയും ചെയ്തു. ദേശത്യാഗത്തിന് നിർബന്ധിതരായ മുഹാജിറുകൾക്കുള്ള ഒരു സാന്ത്വന സന്ദേശമാണിത്. അവരോട് പറയുകയാണ്, കുടുംബത്തിൽ നിന്ന് ബഹിഷ്കൃതനായതുകൊണ്ട് ഇബ്രാഹീമിന്റെ ഭാവി ഇരുളടഞ്ഞില്ല, മറിച്ച് അതിശോഭനവും അത്യുന്നതവുമാവുകയാണുണ്ടായത്. അതേപ്രകാരം നിങ്ങളുടെ ഭാവിയും ഇരുളടഞ്ഞതാവില്ല. ജാഹിലിയത്തിൽ ആണ്ടുകിടക്കുന്ന ഖുറൈശി നിഷേധികൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഉന്നതമായ യശസ്സും പ്രതാപവുമാണ് നിങ്ങൾ പ്രാപിക്കാനിരിക്കുന്നത്. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. ഈ വേദത്തിൽ മൂസായെയും അനുസ്മരിക്കുക. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു, നബിയായ റസൂലുമായിരുന്നു. മുഖ്ലിസ് എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു തനിക്ക് വേണ്ടി മാത്രമാക്കിയ ഒരാളായിരുന്നു മൂസാ നബി എന്നാണ് താൽപര്യം. ദൂതൻ, അയക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് റസൂൽ എന്ന പദത്തിനർത്ഥം. ഈ അർത്ഥം പരിഗണിച്ച് സന്ദേശവാഹകൻ, മധ്യവർത്തി, നയതന്ത്ര പ്രതിനിധി എന്ന അർത്ഥങ്ങളിലും അറബി ഭാഷയിൽ ഈ പദം ഉപയോഗിക്കാറുണ്ട്. ഖുർആനിൽ ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിങ്കൽ നിന്ന് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിനു വേണ്ടി നിയോഗിക്കപ്പെടുന്ന മലക്കിനെ സൂചിപ്പിക്കാനാണ്. അള്ളാഹു സൃഷ്ടികൾക്ക് തന്റെ സന്ദേശം എത്തിച്ചുകൊടുക്കുന്നതിനു വേണ്ടി നിയോഗിച്ചവരും ഈ പേരിനാൽ വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യർ എന്ന അർത്ഥത്തിലാണ്. നബി എന്ന പദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. നബി എന്ന പദത്തിന്റെ ഉത്ഭവം വാർത്ത എന്നർത്ഥമുള്ള നബഅ എന്ന പദത്തിൽ നിന്നാണെന്നും ഈ മൂലപദത്തെ ആസ്പദിച്ച് നബിയുടെ അർത്ഥം വാർത്ത നൽകുന്നവൻ എന്നാണെന്നും ചിലർ വാദിക്കുന്നു. മറ്റു ചിലരുടെ വീക്ഷണത്തിൽ ധാതു, ഉയർച്ച, ഔന്നത്യം എന്നൊക്കെ അർത്ഥമുള്ള നബുവ് ആണ്. അതനുസരിച്ച് നബിയുടെ അർത്ഥം ഉയർന്ന പദവി, ഉന്നത സ്ഥാനം എന്നൊക്കെയാകുന്നു. കസായിയിൽ നിന്ന് അസ്ഹരി മൂന്നാമതൊരഭിപ്രായം ഇങ്ങനെയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പദം യഥാർത്ഥത്തിൽ നബി ആകുന്നു. മാർഗം, സരണി എന്നൊക്കെയാണ് അതിനർത്ഥം. അള്ളാഹുവിങ്കലേക്ക് സഞ്ചരിക്കാനുള്ള മാർഗമാണ് പ്രവാചകൻ എന്നതിനാലാണ് പ്രവാചകന്മാർ നബിമാർ എന്ന് വിളിക്കപ്പെട്ടത്. അതിനാൽ ഒരു വ്യക്തിയെ നബിയായ റസൂൽ എന്ന് വിളിക്കുന്നത് അദ്ദേഹം ഉന്നത സ്ഥാനീയനായ പ്രവാചകനാണ് എന്ന് കാണിക്കാനാണ്. അള്ളാഹുവിങ്കൽ നിന്നുള്ള വിവരം നൽകുന്ന പ്രവാചകനാണ് എന്നോ അള്ളാഹുവിന്റെ മാർഗം വിവരിച്ചു തരുന്ന പ്രവാചകനാണ് എന്നോ ഉള്ള അർത്ഥത്തിലാണ്. ഖുർആനിൽ ഈ രണ്ട് പദങ്ങളും സമാനമായ അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാളെ തന്നെ ചിലയിടത്ത് നബി എന്ന് മാത്രവും ചിലയിടത്ത് റസൂലും നബിയും എന്ന് ഒരുമിച്ചും വിളിച്ചതായി കാണാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ റസൂൽ, നബി എന്നീ പദങ്ങൾ അവ തമ്മിൽ പദവിയിലോ പ്രവർത്തന സ്വഭാവത്തിലോ സാങ്കേതികമായ എന്തോ വ്യത്യാസമുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ ഉപയോഗിച്ചതായി കാണാം. ഉദാഹരണമായി സൂറ അൽ ഹജ്ജിലെ 7-ാം ഖണ്ഡികയിൽ പറയുന്നു, നാം താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും അയച്ചിട്ടില്ല, നബിയെയും അയച്ചിട്ടില്ല. ഈ പദങ്ങൾ അനിവാര്യമായും ആശയപരമായ എന്തോ വ്യത്യാസമുള്ള രണ്ട് സാങ്കേതിക ശബ്ദങ്ങളാണെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. ഈ അടിസ്ഥാനത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ വ്യത്യാസത്തിന്റെ സ്വഭാവമെന്തെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിലും ഖണ്ഡിതമായ തെളിവുകളിലൂടെ നബിയുടെയും റസൂലിന്റെയും വ്യത്യസ്ത നിലപാടുകൾ നിർണയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ദൃഢബോധ്യത്തോടെ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമാത്രമാണ്: നബിയും റസൂലും തമ്മിലുള്ള ബന്ധം സാമാന്യം സവിശേഷ ബന്ധമാണ്. അതായത് എല്ലാ റസൂലും നബിയാകുന്നു, എന്നാൽ എല്ലാ നബിയും റസൂലാകുന്നില്ല. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, സാമാന്യ പ്രവാചകരെ അപേക്ഷിച്ച് സുപ്രധാനമായ പദവികൾ ഏൽപ്പിക്കപ്പെട്ട സവിശേഷരായ പ്രവാചക വര്യന്മാരെയാണ് റസൂൽ എന്ന് പറയുന്നത്. ഇമാം അഹമ്മദ് അബു ഉമാമയിൽ നിന്നും ഹാക്കിം അബൂദറിൽ നിന്നും നിവേദനം ചെയ്ത ഒരു ഹദീസും ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട്. മുർസലുകളുടെ എണ്ണം ചോദിക്കപ്പെട്ടപ്പോൾ നബി തിരുമേനി പറഞ്ഞത് അവർ 313 315 ആണെന്നാണ്. നബിമാരുടെ എണ്ണം ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത് 1,24,000 എന്നാണ്. ഈ ഹദീസിന്റെ നിവേദന പരമ്പര ദുർബലമാണെങ്കിലും
ഒരു കാര്യം പല പരമ്പരകളിലൂടെ നിവേദനം ചെയ്യപ്പെടുന്നുവെന്നത് അതിന്റെ ദൗർബല്യത്തെ വലിയൊരളവോളം ദൂരീകരിക്കുന്നുണ്ട്. وَنَادَيْنَاهُ مِنْ جَانِبِ الطُّورِ الْأَيْمَنِ وَقَرَّبْنَاهُ نَجِيًّا. നാം അദ്ദേഹത്തെ തൂർ പർവ്വതത്തിന്റെ വലതുവശത്തുനിന്ന് വിളിച്ചു. രഹസ്യഭാഷണം വഴി അദ്ദേഹത്തിന് സാമീപ്യമരുളുകയും ചെയ്തു. തൂർ പർവ്വതത്തിന്റെ വലതുവശം എന്നതുകൊണ്ട് ഉദ്ദേശ്യം അതിന്റെ കിഴക്കേ അറ്റമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട മൂസാ നബി സഞ്ചരിച്ചിരുന്നത് തൂർ പർവ്വതത്തിന്റെ ദക്ഷിണഭാഗത്തായി കിടക്കുന്ന പാതയിലൂടെ തെക്കുനിന്നായിരുന്നു. തെക്കേ വശത്തുനിന്ന് ഒരാൾ തൂർ പർവ്വതത്തിലേക്ക് നോക്കിയാൽ അതിന്റെ വലതുവശം കിഴക്കോട്ടും ഇടതുവശം പടിഞ്ഞാറോട്ടുമായിരിക്കും. അതിനാൽ തൂർ പർവ്വതത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള മൂസാ നബിയെ പരിഗണിച്ചുകൊണ്ടാണ് വലതുവശം എന്ന് പറഞ്ഞത്. ഇതല്ലാതെ സ്വന്തം നിലയിൽ പർവ്വതത്തിന് ഇടതുവശമോ വലതുവശമോ ഇല്ലെന്ന് വ്യക്തമാണല്ലോ. കൂടുതൽ വിശദീകരണത്തിന് അന്നിസാ 164 സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക. وَوَهَبْنَا لَهُ مِنْ رَحْمَتِنَا أَخَاهُ هَارُونَ نَبِيًّا. നമ്മുടെ കാരുണ്യത്താൽ അദ്ദേഹത്തിന് സഹായിയായി സഹോദരൻ ഹാറൂനിനെയും പ്രവാചകനാക്കി കൊടുത്തു. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا. ഇസ്മായിലിനെയും ഈ വേദത്തിൽ അനുസ്മരിക്കുക. അദ്ദേഹം വാഗ്ദാനം പാലിക്കുന്നതിൽ സത്യസന്ധനായിരുന്നു, നബിയായ റസൂലുമായിരുന്നു. وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. അദ്ദേഹം സ്വന്തം കുടുംബത്തോട് നമസ്കാരവും സക്കാത്തും കൽപ്പിച്ചിരുന്നു. റബ്ബിങ്കൽ അദ്ദേഹം പ്രീതിപ്പെട്ട ദാസൻ തന്നെയായിരുന്നു. واذكر في الكتاب إدريس إنه كان صديقا نبيا. ഈ വേദത്തിൽ ഇദ്രീസിനെ അനുസ്മരിക്കുക. അദ്ദേഹം സത്യസന്ധനായ പ്രവാചകനായിരുന്നു. ഇദ്രീസ് ആരായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ചിലരുടെ ദൃഷ്ടിയിൽ അദ്ദേഹം ഇസ്രായേൽ വംശത്തിലെ ഒരു പ്രവാചകനാണ്. പക്ഷേ ഇദ്രീസ് നൂഹ് നബിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനാണെന്നാണ് അധികം ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇദ്രീസിന്റെ വ്യക്തിത്വം നിർണ്ണയിക്കാൻ സഹായകമായ സാധുവായ ഹദീസുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹം നൂഹിന്റെ മുൻഗാമിയാണ് എന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തുന്ന ഒരു സൂചന ഖുർആനിലുണ്ടെന്ന് മാത്രം. കാരണം ശേഷം വരുന്ന സൂക്തങ്ങളിൽ ഇപ്രകാരം അരുളിയിരിക്കുന്നു: മുകളിൽ പരാമർശിക്കപ്പെട്ട ഈ പ്രവാചകന്മാർ ആദം സന്തതികളിൽ നിന്നും നൂഹിന്റെ സന്തതികളിൽ നിന്നും ഇസ്രായേലിന്റെ സന്തതികളിൽ നിന്നുമുള്ളവരായിരുന്നു. യഹ്യ, ഈസ, മൂസ എന്നിവർ ഇസ്രായേൽ മക്കളാണ് എന്നത് സംശയരഹിതമാണ്. ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് എന്നിവർ ഇബ്രാഹീമിന്റെ പുത്രന്മാരിൽപ്പെട്ടവരുമാണ്. ഇബ്രാഹിം നബി നൂഹിന്റെ പുത്രന്മാരിൽപ്പെട്ടയാളുമാകുന്നു. ഇനി ഇദ്രീസ് മാത്രമാണ് അവശേഷിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ആദമിന്റെ പുത്രന്മാരിൽപ്പെട്ടയാളാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ബൈബിളിൽ ഹനോക്ക് എന്ന് വിളിക്കപ്പെട്ട ആൾ തന്നെയാണ് ഇദ്രീസ് എന്നാണ് മുഫസ്സിറുകളുടെ പൊതുവായ അഭിപ്രായം. തൽമൂദിലെ ഇസ്രായേലി ഐതിഹ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കഥ കൂടുതൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ സംഗ്രഹിക്കാം: നൂഹിനു മുമ്പ് ആദം സന്തതികളിൽ മാർഗഭ്രംശം ആരംഭിച്ചപ്പോൾ ദൈവത്തിന്റെ മാലാഖമാർ അങ്ങിങ്ങായി വിരക്തരായി ജീവിച്ചിരുന്നവരിൽപ്പെട്ട ഹനൂക്കിനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ഓ ഹനൂക്ക്, എഴുന്നേൽക്കുക, ഏകാന്തമൂലയിൽ നിന്ന് പുറത്തേക്ക് വരിക, ഭൂവാസികളിൽ സഞ്ചരിക്കുക. എന്നിട്ട് അവർ നടക്കേണ്ട വഴിയും കൈക്കൊള്ളേണ്ട കർമ്മരീതിയും വിവരിച്ചു കൊടുക്കുക. ഈ ആജ്ഞാനുസാരം അദ്ദേഹം രംഗത്തു വന്നു. ഓരോ ഇടങ്ങളിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു. മനുഷ്യവംശം അദ്ദേഹത്തിന്റെ നേതൃത്വം സ്വീകരിച്ച് അള്ളാഹുവിനോട് അടിമത്തം കൈക്കൊണ്ടു. ഹനൂക്ക് 358 വർഷത്തോളം മനുഷ്യവംശത്തെ ഭരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണം സത്യത്തിന്റെയും നീതിയുടെയും ഭരണമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഭൂമിയിൽ ദൈവാനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നു. നാം അദ്ദേഹത്തെ ഉന്നത സ്ഥാനത്തേക്കുയർത്തി. ഇതിന്റെ സാധാരണഗതിയിലുള്ള ആശയം അള്ളാഹു ഇദ്രീസിന് ഉന്നത പദവി അരുളി എന്നാണ്.
എന്നാൽ ഇസ്രായേലി കഥകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അല്ലാഹു ഇദ്രീസിനെ ആകാശത്തേക്കുയർത്തി എന്ന കഥ നമുക്കിടയിലും പ്രചരിച്ചിട്ടുണ്ട്. ദൈവം അയാളെ എടുക്കയാൽ അയാൾ അപ്രത്യക്ഷനായി എന്നേ ബൈബിളിലുള്ളൂ. പക്ഷേ തൽമൂദിൽ അദ്ദേഹത്തെക്കുറിച്ച് സുദീർഘമായ ഒരു കഥയാണുള്ളത്. അതിന്റെ സമാപനം ഇങ്ങനെയാണ്: ഒരു ചുഴലിക്കാറ്റിൽ അദ്ദേഹം ആഗ്നേയ രഥത്തോടും അശ്വങ്ങളോടുമൊപ്പം ആകാശത്തേക്ക് കയറിപ്പോയി. أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. ഇവർ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരത്രേ. ആദമിന്റെ സന്തതികളിൽപ്പെട്ടവരും നാം നൂഹിനോടൊപ്പം കപ്പലിൽ വഹിച്ചവരിൽപ്പെട്ടവരും ഇബ്രാഹീമിന്റെയും ഇസ്രായേലിന്റെയും വംശത്തിൽപ്പെട്ടവരും നാം സന്മാർഗമരുളി തിരഞ്ഞെടുത്തവരിൽപ്പെട്ടവരുമാണിവർ. കരുണാവാരിധിയായ അല്ലാഹുവിന്റെ സൂക്തങ്ങൾ കേൾപ്പിക്കപ്പെടുമ്പോൾ ഇവരെല്ലാം കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗം വീഴുമായിരുന്നു. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. പിന്നെ ഇവർക്ക് ശേഷം പിഴച്ച പിൻഗാമികളുണ്ടായി. അവർ നമസ്കാരം പാഴാക്കി ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്തു. ഈ ദുർമാർഗത്തിന്റെ അനന്തരഫലം അവർ ഉടനെ കണ്ടുമുട്ടും. നമസ്കാരം പാഴാക്കിയെന്നാൽ നമസ്കാരം ഉപേക്ഷിച്ചു എന്നർത്ഥം. അല്ലെങ്കിൽ നമസ്കാരത്തോട് അശ്രദ്ധയും അലംഭാവവും കാണിക്കാൻ തുടങ്ങി. ഏതു സമുദായത്തിന്റെയും അധപതനത്തിന്റെ ആദ്യത്തെ ചുവടാണിത്. വിശ്വാസിയുടെ ജീവിതത്തെയും കർമ്മത്തെയും രാപ്പകൽ അല്ലാഹുവുമായി ബന്ധിപ്പിച്ചു നിർത്തുകയും അവനെ ദൈവഭക്തിയുടെ കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകാതെ നോക്കുകയും ചെയ്യുന്ന പ്രഥമ പാശമാണത്. ഈ പാശം പൊട്ടിപ്പോകുന്നതോടുകൂടി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ബഹുദൂരം തെറിച്ചുപോകുന്നു. എത്രത്തോളമെന്നാൽ കർമ്മപരമായ ബന്ധവും കടന്ന് അവനിൽ ദൈവവുമായി വിചാരപരമായ ബന്ധം പോലും അവശേഷിക്കാതാവുന്നു. അതിനാൽ അല്ലാഹു ഇവിടെ ഇക്കാര്യം ഒരു പൊതുതത്വമായി അരുളിയിരിക്കുകയാണ്. എന്തെന്നാൽ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സമുദായങ്ങളുടെയെല്ലാം മാർഗഭ്രംശത്തിന്റെ തുടക്കം നമസ്കാരം പാഴാക്കലിൽ നിന്നായിരുന്നു. അല്ലാഹുവുമായുള്ള ബന്ധം ശോഷിച്ചു പോകുന്നതിന്റെയും ഇല്ലാതാകുന്നതിന്റെയും അനിവാര്യ ഫലമാണിത്. നമസ്കാരം പാഴാക്കുന്നതിലൂടെ മനസ്സ് ദൈവസ്മരണയിൽ നിന്ന് അശ്രദ്ധമായി തുടങ്ങുന്നു. പിന്നെ അടിക്കടി ആ അശ്രദ്ധ വളർന്നുകൊണ്ടിരിക്കുകയും ദേഹേച്ഛയോടുള്ള അടിമത്തം പോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ അയാളുടെ സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും എല്ലാ മുക്കുമൂലകളിലും ദൈവിക നിയമങ്ങൾക്ക് പകരം തന്നിഷ്ടങ്ങൾ തന്നെ അനുവർത്തിക്കപ്പെടുന്നു. إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവരൊഴികെ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാകുന്നു. അവരോട് ഒട്ടും അനീതിയുണ്ടാവുന്നതല്ല.